ഹലോ മക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 257 ഈസ് സെയിം ആസ്. ഇതിലേതാ 257 സെയിം? 2 + 5 + 7 എല്ലാം വൺസ് ആണ്, കറക്റ്റ് അല്ല. 7 + 50 + 200 257 എസ്, ഇതാണ് റൈറ്റ് ആൻസർ അല്ലേ. മറ്റേത് ഇത് എത്ര കിട്ടും? 275. ഇതോ 252. Next question, Zia wants to distribute 8 pencils equally among 4 of her friends. സിയയുടെ കയ്യിൽ 8 പെൻസിൽസ് ഉണ്ട്, അത് 4 ഫ്രണ്ട്സിന് കൊടുക്കണം. ഹൗ മെനി പെൻസിൽസ് വിൽ ഈച്ച് ഓഫ് ഹെർ ഫ്രണ്ട് ഗെറ്റ്? ഓരോ ഫ്രണ്ടിന് എത്ര പെൻസിൽ കിട്ടും? യെസ്, 4 ഉണ്ടെങ്കിൽ 4 × 2 ആണ്, അപ്പോൾ ആൻസർ ഈസ് 2. നെക്സ്റ്റ്, ടീന മെഷേഴ്സ് ദ ലെങ്ത് ഓഫ് ഹെർ പെൻസിൽ യൂസിങ് സം ഇറേസേഴ്സ് ആസ് ഷോൺ. ഓൾ ദി ഇറേസേഴ്സ് ആർ ഓഫ് സെയിം ലെങ്ത്. അങ്ങനെയാണെങ്കിൽ അവൾ 4 ഇറേസർ വെച്ചിട്ട് അവളുടെ പെൻസിൽ അളന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ദ പെൻസിൽ ഈസ് ഡാഷ് 4 ഇറേസേഴ്സ് ലോങ്. ഈക്വൽ ടു ആണോ, മോർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ? ലെങ്ത് ഓഫ് ദ പെൻസിൽ കനോട്ട് ബി മെഷേർഡ് യൂസിങ് ഇറേസേഴ്സ് ആണോ? അപ്പോൾ 4 ഇറേസറിനേക്കാൾ കൂടുതലാണല്ലേ, അപ്പോൾ എന്താ പറയണം? മോർ ദാൻ 4 ഇറേസേഴ്സ് ലോങ്. 4 ഇറേസറിനേക്കാളും കൂടുതലാണ്, മോർ ദാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 76? ഇതിലേതാണ് 76നോട് ഈക്വൽ? 6 മോർ ദാൻ 7, 7നേക്കാൾ 6 കൂടിയത്. 6 ലെസ് ദാൻ 80, 80 6 കുറഞ്ഞത്. 4 ലെസ് ദാൻ 80, 80 4 കുറഞ്ഞത്. 7 മോർ ദാൻ 60, 60 7 കൂടിയത്. ഏതാ കറക്റ്റ്? 4 ലെസ് ദാൻ 80. 80 4 കുറച്ചാൽ എത്രയാ? 76. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്ട്രിങ് ഷോൺ ബിലോ ഈസ് ലോങ്ങസ്റ്റ്? ഇതിൽ ഏത് നൂലാണ് ഏറ്റവും നീളം കൂടിയത്? ഫസ്റ്റാ, സെക്കൻഡാ, തേർഡാ? ഏതാണ്? സ്ട്രിങ് 3 അല്ലേ. ഇതിങ്ങനെ വളഞ്ഞ് 2 വളവുണ്ട്, ഇതിൽ ഒറ്റ വളവേ ഉള്ളൂ. സോ സ്ട്രിങ് 3 ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഫീസ പുട്ട്സ് നെയിൽ പോളിഷ് ഓൺ ഹെർ ഫിംഗർ നെയിൽ ആസ് ഷോൺ ഹിയർ. നഫീസ എന്ന് പറയുന്ന ഒരാൾ അവളുടെ ഫിംഗർ നെയിലിൽ ഇതുപോലെ നെയിൽ പോളിഷ് ഇട്ടു. ഇഫ് ഷീ ഡസ് നോട്ട് കട്ട് ഹെർ ഫിംഗർ നെയിൽ, വാട്ട് വുഡ് ഇറ്റ് ലുക്ക് ആഫ്റ്റർ 15 days? 15 ദിവസം കഴിഞ്ഞാൽ അവൾ നഖം മുറിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവളുടെ നഖം ഉണ്ടാവുക? ഏതാ കറക്റ്റ്? ഓപ്ഷൻ നമ്പർ സി. നിങ്ങൾ മെഹന്തിയോ നെയിൽ പോളിഷോ ഇട്ടാൽ ഇതുപോലെയാണ് നിങ്ങളുടെ നഖം മുറിച്ചില്ലെങ്കിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, skylights are small holes in the roof of houses that are allow light to enter in. സ്കൈലൈറ്റ്സ് വെക്കുന്നത് എന്തിനാണ്? പിന്നെ ലൈറ്റ് വീട്ടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ദ ഹോൾസ് ആർ കവേർഡ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വിച്ച് സ്റ്റോപ്സ് റെയിൻ ഫ്രം കമ്മിങ്. അത് മുകളിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും വെച്ചിട്ട് അടച്ചിട്ടും ഉണ്ടാവും. ബട്ട് അലൗസ് ലൈറ്റ് ടു എൻ്റർ, ലൈറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. വിച്ച് ഓഫ് ദീസ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ടു കവർ ദിസ് ഹോൾസ്? ഈ ഹോൾസ് അടക്കാൻ നമുക്ക് എന്തിനെ കൊണ്ട് അടക്കാം? ലൈറ്റ് ഉള്ളിൽ കയറും വേണം, എന്നാൽ മഴ അടിക്കാനും പാടില്ല. വുഡ്, മരം വെച്ചാൽ ലൈറ്റ് വരുമോ? നോ. മെറ്റൽ വെച്ചാൽ ലൈറ്റ് വരുമോ? നോ. ഗ്ലാസ്സോ? യെസ്, ഗ്ലാസ് വെച്ചാൽ ലൈറ്റ് വരും. പിന്നെയുള്ളൊരു ഓപ്ഷൻ വയർ നെറ്റാണ്. നെറ്റ് വെച്ച് എന്താവും? റെയിനുള്ളിൽ വരും, അപ്പോൾ അത് റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പീപ്പിൾ യൂസ് ടിഷ്യൂ പേപ്പർ ടു വൈപ്പ് ദെയർ ഹാൻഡ്സ്. ആൾക്കാർ ടിഷ്യൂ പേപ്പർ അവരുടെ കൈ തോർത്താൻ ഉപയോഗിക്കുന്നു. ടിഷ്യൂ പേപ്പർ ഇതാണ്, ന്യൂസ് പേപ്പർ ഇതാണ്, നോർമൽ പേപ്പർ ഇതാണ്. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ യൂസിങ് ടിഷ്യൂ പേപ്പർ ആൻഡ് നോട്ട് നോർമൽ ഷീറ്റ് ഓഫ് പേപ്പർ? എന്തിനാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസിലി സോക്സ് അപ്പ് വാട്ടർ, അത് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. ഇറ്റ് ഈസ് ഈസിലി ഫോൾഡഡ്, നമുക്ക് ഈസി ആയിട്ട് മടക്കാൻ പറ്റും. ഇറ്റ് ഈസ് ക്ലീനർ, നല്ല വൃത്തിയുള്ളതാണ്. ഇറ്റ് ഈസ് ലൈറ്റർ, അത് കനം കുറവാണ്. ഏതാ കറക്റ്റ്? ഇറ്റ് ഈസിലി സോക്സ് അപ്പ് വാട്ടർ അല്ലേ, അത് പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കും. ഓപ്ഷൻ നമ്പർ എ ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രോസ് എബവ് ദ സോയിൽ? ഇതിൽ മണ്ണിന് മുകളിൽ വളരുന്നത് എന്താ? യെസ്, കോക്കനട്ട് അല്ലേ. ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജഗൻ ഡ്രോപ്സ് എ ബാസ്കറ്റ്ബോൾ ഫ്രം ഹൈറ്റ് ഓഫ് 1 meter ഓൺ ദ ഫ്ലോർ ആൻഡ് മെഷേഴ്സ് ഹൗ ഹൈ ഇറ്റ് ബൗൺസസ് ബാക്ക് ആഫ്റ്റർ ഹിറ്റിംഗ് ദ ഫ്ലോർ. ജഗൻ എന്ന് പറയുന്നൊരു കുട്ടി ഒരു ബോൾ താഴേക്ക് ഇട്ടു, 1 meter താഴോട്ടേക്ക് ഇട്ടു. അപ്പോൾ അത് എത്ര ഹൈറ്റിൽ പൊങ്ങുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ദെൻ ഹി ഡ്രോപ്സ് എ ടെന്നീസ് ബോൾ ഫ്രം ദ സെയിം ഹൈറ്റ് ഓൺ ദ സെയിം ഫ്ലോർ ആൻഡ് ഓൾസോ മെഷേഴ്സ് ഹൗ ഹൈ ദ ബൗൺസസ് ബാക്ക്. അതിനുശേഷം ടെന്നീസ് ബോൾ ഇതേപോലെ എറിഞ്ഞു. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ക്യാൻ ഹി ഫൈൻഡ് ഔട്ട് യൂസിങ് ദ മെഷർമെൻറ്റ്സ് ഹി മെയ്ഡ്? ഇന്ന് അവന് ഒരു അളവ് കിട്ടുമല്ലോ. 2 ബോളിൽ ഏത് ബോളാണ് ഏറ്റവും കൂടുതൽ പൊങ്ങിയിട്ടുണ്ടാവുക?
എന്തായാലും ടെന്നീസ് ബോളായിരിക്കും, മറ്റേ ബോൾ കുറവായിരിക്കും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്, നമുക്ക് എന്താണ് അവന് മനസ്സിലാക്കുക? വിച്ച് ബോൾ ഈസ് ഹെവിയർ, ഇതിൽ ഏത് ബോളാണ് കനം കൂടുതലെന്നാണോ? വിച്ച് ബോൾ ബൗൺസസ് മോർ, ഏത് ബോളാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ബൗൺസ് ചെയ്ത് പൊങ്ങുന്നതാണോ? വിച്ച് ബോൾ ഹാസ് മോർ എയർ ഇൻസൈഡ്, ഏതിനാണ് ഏറ്റവും കൂടുതൽ എയർ ഉള്ളതെന്നാണോ? വിച്ച് ബോൾസ് കോസസ് മോർ ഡാമേജ് ഓൺ ഫ്ലോർ, ഏത് ബോളിനാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാവുക എന്നാണോ? എന്താ അവന് മനസ്സിലാവുക? വിച്ച് ബോൾ ബൗൺസസ് മോർ, ഏത് ബോളാണ് ഏറ്റവും കൂടുതൽ ബൗൺസ് ചെയ്ത് പൊന്തുന്നതെന്നാണ് ഈ അളവ് നോക്കിയാൽ അവന് മനസ്സിലാവുക. ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.